أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الذين آمنوا من يرتد منكم عن دينه فسوف يأتي الله بقوم يحبهم ويحبونه أذلة على المؤمنين أعزة على الكافرين يجاهدون في سبيل الله ولا يخافون لومة لائم ذلك فضل الله يؤتيه من يشاء والله واسع عليم صدق الله العظيم لا حول ولا قوة إلا بالله ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ, നമ്മെയും ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ ചരാചരങ്ങളെയും സൃഷ്ടിക്കുകയും പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സർവശക്തനായ അള്ളാഹുവിൻ്റെ എല്ലാ നിർദ്ദേശങ്ങളും കൽപ്പനകളും ജീവിതത്തിൽ പരമാവധി അനുസരിക്കണമെന്നും അള്ളാഹു വിരോധിച്ച കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായും അകറ്റി നിർത്തണമെന്നും ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹു കാണുന്നുണ്ടെന്നും അതെല്ലാം വിചാരണ ചെയ്യപ്പെടുന്നതാണെന്നുമുള്ള ഒരു ബോധം നാം നിലനിർത്തണം. റബ്ബ് നമ്മെ തുണക്കുമാറാവും. പരിശുദ്ധ ഇസ്ലാമിനെതിരെ വിമർശനങ്ങളും ആരോപണങ്ങളും അതിൻ്റെ തുടക്കം മുതൽ ഇന്ന് വരെ നിലനിൽക്കുന്നുണ്ട് എന്നതൊരു സത്യമാണ്. പ്രവാചകൻ പ്രബോധനം തുടങ്ങിയ കാലം മുതൽ തന്നെ ഇസ്ലാമിനെയും പ്രവാചകനെയും വിമർശിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ഈ വിമർശനങ്ങളെല്ലാം അതിജീവിച്ച് ലക്ഷക്കണക്കിന് ആളുകൾ പ്രവാചകന്റെ കൂടെ അനുയായികളായി കടന്നു വന്നു. പ്രവാചകൻ മരണപ്പെട്ടപ്പോഴും ചില ആളുകൾ ഞങ്ങളിനി ഈ മതത്തിലില്ല എന്ന് പറഞ്ഞ് മതത്തിൽ നിന്ന് പുറത്തു പോയവരുണ്ടായിരുന്നു. അഥവാ മുർത്തദ്ദുകളായവരുണ്ടായിരുന്നു, മതം വിട്ടുപോയവരുണ്ടായിരുന്നു. എന്നിട്ടൊന്നും മതത്തിനൊരു കോട്ടവും സംഭവിച്ചില്ല. അത് കൂടുതൽ ശോഭയാർന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രചരിച്ചു എന്നുള്ളതാണ് ചരിത്രം. ഇപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ഇന്ന് നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ, ചില യുവാക്കൾക്കിടയിൽ അല്ലെങ്കിൽ ഏതാനും വിരലിലുണ്ടാവുന്ന ചില ആളുകൾ തങ്ങൾ എക്സ് മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞ് നടക്കുന്നത് കാണാൻ കഴിയും. ഇസ്ലാമിൽ നിന്ന് ഞങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവർക്ക് പിന്നെ എന്തിനാണ് ഒരു എക്സ് മുസ്ലിം എന്ന പിന്നെയും ഒരു മുസ്ലിമിന്റെ പേരവർ സ്വീകരിക്കുന്നത് എന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിന് ചില താല്പര്യങ്ങൾ, ഭൗതികമായ ചില താല്പര്യങ്ങൾ ഉണ്ട് എന്നാണ് പിന്നീട് നമുക്കൊക്കെ മനസ്സിലാകുന്നത്. ഈ എതിരാളികൾ ഇസ്ലാമിനെതിരെ എന്നും വിമർശനങ്ങളും അതേപോലെ തന്നെ വിമർശനങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ചു കൊണ്ടേയിരുന്നിട്ടുണ്ട്. അത് വിശുദ്ധ ഖുർആൻ വളരെ എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. ലാ യസാലൂന യുഖാത്തിലൂന,
ഇസ്ലാമിന്റെ എതിരാളികൾ നിങ്ങളോട് യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും, നിങ്ങളെ എതിർത്തുകൊണ്ടേയിരിക്കും. യുദ്ധം എന്നത് ഭൗതികമായ യുദ്ധം മാത്രമല്ല, ബൗദ്ധികമായ ഒരു യുദ്ധമുണ്ട്. മസ്തിഷ്ക പ്രക്ഷാളനം എന്നൊക്കെ നമ്മൾ പറയും. മനുഷ്യ മനസ്സുകൾക്കെതിരെ, അല്ലെങ്കിൽ ആ മനുഷ്യ മനസ്സുകളെ മലീമസമാക്കുന്ന വിഷങ്ങൾ കുത്തിവെക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ എതിരാളികൾ അതെന്നും നടത്തിക്കൊണ്ടേയിരിക്കും. കാരണം അവർക്കൊരു ലക്ഷ്യമുണ്ട്. ഹത്താ യറുദ്ദൂക്കും അൻ ദീനിക്കും, നിങ്ങളെ നിങ്ങളുടെ മതത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുപോകണം, മടക്കണം, മതത്തിൽ നിന്ന് അകറ്റണം എന്നാണ് ആ എതിരാളികളുടെ എപ്പോഴുമുള്ള ലക്ഷ്യം. ഇനിസ്തതാവു, അവർക്ക് കഴിയുന്നുവെങ്കിൽ. എന്നാൽ വമൻ യർത്തദ്ദമിൻകും അൻ ദീനി, ആരെങ്കിലും യഥാർത്ഥ മതം ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോയാൽ, ഫയമത്തു വഹുവ കാഫിർ, നിഷേധിയായി മരണപ്പെടുകയും ചെയ്താൽ, ഫഉലൈക ഹബിതത് അഅമാലുഹും ഫിദ്ദുനിയ വൽ ആഖിറ, അവർ അതേവരെ ചെയ്തിരുന്ന എല്ലാ പ്രവർത്തനങ്ങളും അവർക്ക് പൊളിഞ്ഞു പോകും, അതിനൊന്നും ഫലം കിട്ടില്ല. ഉലൈക അസ്ഹാബുന്നാർ, അവർ നരകാവകാശികളായിരിക്കും. ഹും ഫീഹാ ഖാലിദൂൻ, അവർ അതിൽ ശാശ്വതരായി കഴിഞ്ഞു കൂടേണ്ടി വരുന്നവരുമായിരിക്കും. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 219-ാമത്തെ വചനത്തിലൂടെ ഇക്കാര്യം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇവിടെ ആദ്യം അല്ലാഹു പറയുന്നത്, എന്നും ഇസ്ലാമിന്റെ എതിരാളികൾ ഇസ്ലാമിനെതിരെ പോരാടിക്കൊണ്ടേയിരിക്കും, വിമർശനങ്ങൾ ഉന്നയിച്ചു കൊണ്ടേയിരിക്കും എന്നുള്ളത് ഒരു സത്യമാണ്. അത് ഖുർആൻ പ്രഖ്യാപിച്ച ഒരു യാഥാർത്ഥ്യമാണ്. അത് ഇന്ന് നിലനിൽക്കണം. അത് നിലനിൽക്കുക എന്നുള്ളത് ഖുർആനിന്റെ ഒരു താല്പര്യമാണ്, അല്ലെങ്കിൽ ഖുർആൻ പറഞ്ഞതിന്റെ ഒരു പുലർച്ചയാണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എക്സ് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ ഇന്ന് ഒരു സംഘടനയുണ്ടാക്കി രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയകളിലൂടെ ഒക്കെ ഇന്ന് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിനെതിരെ അവർ പലതരത്തിലുള്ള കള്ള ആരോപണങ്ങളും ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ മറുപടിയില്ല എന്ന അഹങ്കാരമാണ് അവരുടെയൊക്കെ മനസ്സിലുള്ളത്. എല്ലാറ്റിനും മറുപടിയുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സത്യം. ഇതിൽ ഇവരുടെ ഈ എക്സ് മുസ്ലിങ്ങൾ, കേരളത്തിലെ എക്സ് മുസ്ലിങ്ങളുടെ നേതാവായ ഒരു വില്ലൻ ഈ ഇടക്കാണ് ലണ്ടനിൽ അവിടുത്തെ സ്പീക്കേഴ്സ് കോർണറിൽ വെച്ച് അവിടുത്തെ ഒരു ചിന്തകനായ അദ്നാൻ റഷീദുമായി ഒരു വാദപ്രതിവാദം നടത്തി. വാദപ്രതിവാദത്തിൽ എല്ലാ അറിവുമുള്ള ആള് എന്ന അഹങ്കാരത്തോടു കൂടി അദ്ദേഹം അവിടെ പറഞ്ഞ ഏറ്റവും വലിയ ഒരു മണ്ടത്തരം, വിശുദ്ധ ഖുർആനെതിരെയുള്ള ആരോപണം, വിശുദ്ധ ഖുർആനിൽ സ്വന്തം മകളെ കല്യാണം കഴിക്കാം എന്ന് പറയുന്നുണ്ട് എന്നായിരുന്നു. അദ്നാൻ റഷീദ് ചോദിച്ചു, വിശുദ്ധ ഖുർആനിൽ ഏത് അധ്യായത്തിൽ ഏത് സൂക്തത്തിലാണ് അതുള്ളത്, ഒന്ന് കാണിച്ചു തരണം. ഈ എക്സ് മുസ്ലിം ഇന്റർനെറ്റ് കുറെ പരന്നു നോക്കി. അവസാനം നെറ്റിനെ കുറ്റം പറഞ്ഞ് ഇളിപ്പിനായി പിന്തിരിഞ്ഞു പോകേണ്ടി വരികയാണ്. ഇസ്ലാമിനെ വിമർശിക്കുന്നവരുടെ സാമാന്യ ബോധമാണ് ഈ കാണുന്നത്. വലിയ യുക്തിവാദികളാണ് എന്ന് പറഞ്ഞ് അഹങ്കരിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ വിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞതിന് വിരുദ്ധമായി ഖുർആനിലുണ്ട് ഉണ്ട് എന്നൊരാശയം പറയണമെങ്കിൽ എത്രമാത്രം ബൗദ്ധികമായ ഒരു വിഡ്ഢിത്തമാണ് അദ്ദേഹം ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യഥാർത്ഥത്തിൽ വിവാഹവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ ചില നിർദ്ദേശങ്ങൾ ഇസ്ലാമിലുണ്ട്. സൂറത്തുൻ നിസായിലെ 23-ാമത്തെ ആയത്തിൽ വിവാഹം കഴിക്കൽ ഹറാമാക്കിയ ചില ആളുകളെ കൃത്യമായി ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. അതിൽ ആദ്യം പറയുന്നത് മാതാക്കളെയും മക്കളെയും കുറിച്ചാണ്. ആ വചനം ഇങ്ങനെയാണ്, ഹുർരിമത്ത് അലൈക്കും, നിങ്ങൾക്ക് വിവാഹം കഴിക്കൽ ഹറാമാണ്, പാടില്ലാത്തതാണ്. ആരെ? ഉമ്മഹാത്തുക്കും, നിങ്ങളുടെ മാതാക്കളെ, ഇപ്പോൾ ബനാത്തിക്കും, നിങ്ങളുടെ പെൺമക്കളെ, അഹവാത്തിക്കും, നിങ്ങളുടെ സഹോദരിമാരെ, അമ്മാത്തിക്കും, നിങ്ങളുടെ ഇളയമ മൂത്തമ്മമാരെ, ഹാലാത്തിക്കും, നിങ്ങളുടെ പിതൃ സഹോദരിമാരെ അഥവാ അമ്മായിമാരെ, ബനാത്തിൽ അഹ്, നിങ്ങളുടെ സ്വന്തം സഹോദരിയുടെ മകളെ, ബനാത്തിൽ ഉഖ്ത്, സഹോദരന്റെയും സഹോദരിയുടെയും മക്കളെ വിവാഹം കഴിക്കൽ നിങ്ങൾക്ക് ഹറാമാണ്. ഉമ്മഹാത്തുക്കുമുല്ലാത്തി അർളഅനക്കും, നിങ്ങൾക്ക് ചെറുപ്പത്തിൽ നിങ്ങളെ മുലയൂട്ടിയിട്ട് ഏതെങ്കിലും ഒരു സ്ത്രീ മുലയൂട്ടിയിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീയും മാതാവിന്റെ സ്ഥാനത്താണ് ഇസ്ലാം പരിഗണിക്കുന്നത്. അവരെയും നിങ്ങൾക്ക് ഹറാമാണ്. അഖവാത്തുക്കും മിനർ റളാഅ,
നിങ്ങൾക്ക് മുലയൂട്ടിയ സ്ത്രീയുടെ മക്കളുണ്ടാവും, പെൺമക്കൾ, അവർ നിങ്ങളുടെ സഹോദരിമാരുടെ കണക്കിലാണ് വരിക. ആ മുലയൂട്ടിയ സ്ത്രീയുടെ മക്കളെയും നിങ്ങൾക്ക് അള്ളാഹു വിവാഹം കഴിക്കൽ ഹറാമാക്കിയതാണ്. ഉമ്മാഅത്തു നിസാഇക്കും, നിങ്ങളുടെ ഭാര്യമാരുടെ ഉമ്മമാരെ അഥവാ അമ്മായിമ്മയെ അത് വിവാഹം കഴിക്കുക എന്നുള്ളത് ഹറാമാണ്. നിങ്ങൾ കുടുംബജീവിതം നയിക്കുന്ന നിങ്ങളുടെ ഭാര്യ ഒരുപക്ഷെ നേരത്തെ വിവാഹം ചെയ്ത് ആ വിവാഹത്തിൽ അവൾക്ക് പെൺമക്കൾ ഉണ്ടെങ്കിൽ അവളെ വിവാഹം കഴിക്കുക എന്ന് പറയുന്നതും അള്ളാഹു വിലക്കിയതാണ്. അതേപോലെ തന്നെ അബ്നാഇക്കും, നിങ്ങളുടെ മക്കളുടെ ഭാര്യമാരെ, നിങ്ങളുടെ മരുമക്കൾ, നിങ്ങളുടെ സ്വന്തം മക്കൾ കല്യാണം കഴിച്ചവരെ വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് അള്ളാഹു നിങ്ങൾക്ക് ഹറാമാക്കിയതാണ്. അതേപോലെ തന്നെ രണ്ടുപേരെ ഒരേ സമയം വിവാഹം കഴിക്കുക, സഹോദരിമാരെ, ജ്യേഷ്ഠത്തെയും അനുജത്തിയെയും ഒരേ സമയം വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് അത് അള്ളാഹു ഹറാമാക്കിയതാണ്. ഇല്ലാമാക്കത് സരഫ, ജാഹിലിയ കാലത്ത് പലതും കഴിഞ്ഞു പോയിട്ടുണ്ടായിരിക്കും. ഇന്നല്ലാഹ കാന ഗഫൂറ, അള്ളാഹു എല്ലാം പുറത്തു തരുന്നവരാണ്, അതിലൊന്നും ഇനി ഒരു പുനർചിന്തനത്തിന് സാധ്യതയില്ല എന്ന് പറഞ്ഞ അള്ളാഹു ഹറാമാക്കിയ, വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് വളരെ കൃത്യമായി വ്യക്തമായി പറഞ്ഞ ഒരു വചനം ഖുർആനിൽ നിലനിൽക്കുമ്പോഴാണ് ഈ യുക്തിവാദി അല്ലെങ്കിൽ വലിയ എക്സ് മുസ്ലിം എന്ന് പറയുന്ന വ്യക്തി അവിടെ ചെന്ന് വാദപ്രതിവാദത്തിൽ പറയുന്നത് ഖുർആനിൽ ഇങ്ങനെയുണ്ട് എന്ന്. ഖുർആനിലെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ, മദ്ഹബിന്റെ ഇമാമികളൊക്കെ പല വിഷയങ്ങളും ചർച്ച ചെയ്ത കൂട്ടത്തിൽ വ്യഭിചാരിയായ ഒരു വ്യഭിചാരത്തിൽ ഉണ്ടായ മക്കളെ കുറിച്ചുള്ള ഒരു ചർച്ച നടക്കുന്നുണ്ട്. അത് സാങ്കേതികമായി സ്വന്തം മകളാവില്ല എന്നതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് ഷാഫി ഇമാമിന്റെ ഒരു അഭിപ്രായം. പക്ഷെ ഷാഫി ഇമാം അതിനെ അനുകൂലിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. പക്ഷെ അതിനെയൊക്കെ മറപിടിച്ചതാണ് വിശുദ്ധ ഖുർആൻ കൃത്യമായി പറഞ്ഞ ഒരാശയത്തിനെതിരെ ഈ വലിയ ബുദ്ധിജീവികളാണ് എന്ന് പറഞ്ഞ് അഹങ്കരിച്ചുകൊണ്ട് ഇത്തരം ആളുകൾ പ്രചരണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ എതിർക്കുന്ന ആളുകളുടെ സ്ഥിതി എന്താണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. പലപ്പോഴും യുവസമൂഹം ഇന്ന് സോഷ്യൽ മീഡിയയിലാണ് അവരുടെ സമയം ചെലവഴിക്കുന്നത്. വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ ഒഴിവ് സമയങ്ങളിൽ അവർ കാണുന്ന വീഡിയോകൾ ഇത്തരം ആളുകൾ ഇസ്ലാമിനെതിരെ പടച്ചുവിടുന്ന, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കേന്ദ്രങ്ങൾ ഇന്നുണ്ട്. ഇന്ന് എക്സ് മുസ്ലിങ്ങൾ എന്ന് ഇവർ പറയാൻ കാരണം, അങ്ങനെ പറയുമ്പോൾ ഇവർക്ക് മറ്റ് പല സഹായങ്ങളും ലഭിക്കും എന്നുള്ളതാണ്. അത് ലോകാടിസ്ഥാനത്തിൽ സയനിസ്റ്റുകളുടെ സഹായമായിരിക്കാം, ജൂതലോബിയുടെ സഹായമായിരിക്കാം, അല്ലെങ്കിൽ സംഘികളുടെ സഹായമായിരിക്കാം. പലതരത്തിലുള്ള സഹായങ്ങളും ഭൗതികമായ സഹായം തന്നെ നേട്ടങ്ങൾ അവർക്ക് ലഭിക്കും എന്നത് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് അവരിൽ തന്നെയുള്ള ആളുകൾ തുറന്നു പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. മതത്തിൽ നിന്ന് പുറത്തു പോവുക, രിദ്ദത്ത് എന്ന് പറഞ്ഞാൽ അത് വളരെ ഗുരുതരമായ ഒരു കാര്യമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. തർക്കുൽ ഇസ്ലാമി അംദൻ, എന്താണ് രിദ്ദത്ത് അല്ലെങ്കിൽ മതപരിത്യാഗം എന്ന് പറയുന്നത്? ബോധപൂർവം ഇസ്ലാമിനെ ഉൾക്കൊണ്ടതിന് ശേഷം ബോധപൂർവം അത് ഉപേക്ഷിച്ച് പുറത്തു പോകുന്നതിനെയാണ് സാധാരണ നാം മതപരിത്യാഗം അല്ലെങ്കിൽ രിദ്ദത്ത് എന്നൊക്കെ പറയാറുള്ളത്. വിശുദ്ധ ഖുർആൻ അതിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം, വമൻ യർതദ്ദ മിൻകും അൻ ദീനിഹി, ആരെങ്കിലും അവന്റെ ദീനിൽ നിന്നും പുറത്തുപോയി കഴിഞ്ഞാൽ അത് ഫയമുത്തു വഹുവ കാഫിറുൻ, എന്നിട്ട് അവൻ കാഫിറായി മരിച്ചാൽ ഫൗലായിക ഹബിത്തത് അഅമാലുഹും ഫിദ്ദുനിയ വൽ ആഖിറ വഉലായിക അസ്ഹാബുൻ നാർ, അവരുടെ നേരത്തെ ചെയ്ത എല്ലാ അമലും അവർക്ക് പൊളിഞ്ഞുപോയി, അവർ നരകത്തിലുമാണ് എന്നുള്ള കാര്യം കൃത്യമായി ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇത്തരത്തിലുള്ള ആരോപണങ്ങളും വിമർശനങ്ങളും ഒക്കെ എന്നും ഉണ്ടാകുമെന്നൊരു സത്യമാണ്. പക്ഷെ ഈ വിമർശനങ്ങൾ കൊണ്ടൊന്നും ഇസ്ലാമിനൊരു കോട്ടവും ഇതുവരെ സംഭവിച്ചിട്ടില്ല, സംഭവിക്കുകയുമില്ല. മാത്രമല്ല, അന്ത്യദിനത്തിന്റെ അടയാളമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു കാര്യമാണ് തകൂനു ബൈന യദൈ അസ്സാഅത്തി ഫിതനുൻ കഖിതഇൽ ലൈലിൽ മുദ്ലിമി, കൂരിരുട്ടുള്ള രാത്രിയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ, പ്രശ്നങ്ങളെ പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പെട്ടെന്ന് ഇസ്ലാമിനെതിരെ അന്ത്യദിനമാകുന്ന സമയത്ത് കടന്നു വരും. തുസ്ബിഹുർ റജുലു ഫിഹാ മുഅ്മിനൻ, രാവിലെ മുഅ്മിനായിരുന്ന ഒരാൾ യുംസി കാഫിറൻ, വൈകുന്നേരമാകുമ്പോൾ കാഫിറായി മാറിയിട്ടുണ്ടായിരിക്കും. വയുംസി മുഅ്മിനൻ, രാത്രി മുഅ്മിനായിരുന്ന ഒരു വ്യക്തി യുസ്ബിഹു കാഫിറൻ, നേരം പുലരുമ്പോഴേക്കും നിഷേധിയായി മാറുന്ന അവസ്ഥയൊക്കെ അവസാന കാലത്ത് വരും. എന്നിട്ട് വെറുതെ മാറുന്നതല്ല, ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ദീനിനെ വിൽക്കുന്ന ചില തലമുറ, ചില ആളുകൾ അന്ത്യനാളിന്റെ അവസാന സമയത്തുണ്ടാകുമെന്ന് പ്രവാചകൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം
ഈ തരത്തിലുള്ള ചിന്താഗതിയെ കുറിച്ച് വളരെയധികം ജാഗരൂകവാന്മാരാവേണ്ടതുണ്ട് എന്ന് നാം മനസ്സിലാക്കുക. പണ്ഡിതന്മാർ മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന സംഗതികളൊക്കെ അവരുടെ ഗ്രന്ഥങ്ങളിൽ വിവരിച്ചത് കാണാൻ കഴിയും. അള്ളാഹുവിനെയും പ്രവാചകനെയും ഒക്കെ ചീത്ത പറയുക എന്ന് പറയുന്നത് മതപരിത്യാഗമാണ്, മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. അല്ലെങ്കിൽ മലക്കുകളെ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രവാചകന്മാരെ, അല്ലെങ്കിൽ പണ്ഡിതന്മാർ വിവരിച്ചത് ഇല്ല, അള്ളാഹു അല്ലാത്തവരോട് ദുആ ഇരക്കുക എന്ന് പറയുന്നത് തന്നെ ദീനിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. അബിസ്സുജൂദുലിസ്സനമി, പ്രതിമയുടെ ബിംബത്തിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുക എന്ന് പറയുന്നത്. വശജരി, ഏതെങ്കിലും മരത്തിന്റെ മുമ്പിൽ പോയി സുജൂദ് ചെയ്യുക എന്ന് പറയുന്നത്. വൽകുബൂർ, ഖബറിന്റെ മുമ്പിൽ പോയി സുജൂദ് ചെയ്യുക എന്ന് പറയുന്നതൊക്കെ മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ് എന്ന് പണ്ഡിതന്മാരൊക്കെ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. മുസ്ഹഫിനെ നിന്ദിക്കണമെന്ന് ബോധപൂർവം വിചാരിച്ചുകൊണ്ട് മലിനമായ സ്ഥലത്ത് കൊണ്ടുപോയി വലിച്ചെറിയുക എന്ന് പറയുന്നതൊക്കെ, അതേപോലെ തന്നെ തഹ്രീരു മാ ഹറമല്ലാഹ്, അല്ലാഹ് ഹറാമാക്കിയ ഒരു കാര്യം ഹലാലാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന രീതി, വ്യഭിചാരം കൊണ്ട് പ്രശ്നമില്ല എന്ന് പറയുന്ന സമൂഹം, വശുർബുൽ ഖംറി, മദ്യപാനം കൊണ്ട് എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്ന സമൂഹം, ഇതൊക്കെ മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന സംഗതികളാണ് എന്നാണ് വളരെയേറെ വ്യക്തമായിട്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അരാജകവാദികൾ അല്ലെങ്കിൽ ലിബറൽ വാദികൾ എന്നൊക്കെ പറയുന്ന കുറെ ആളുകൾ ഇന്ന് എന്തിനാണ് വിവാഹം എന്ന് ചോദിക്കുന്നിടത്താണ് ഇന്ന് നാം ചോദിക്കുന്നതാണ് നാം കാണുന്നത്. സത്യത്തിൽ പ്രവാചകൻ പറഞ്ഞ അന്ത്യദിനത്തിന്റെ അടയാളം തന്നെയാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ലിവിങ് ടുഗദർ എന്ന ഓമന പേരിട്ട് തങ്ങൾക്ക് താല്പര്യമുള്ളയിടത്തോളം ഒന്നിച്ച് ജീവിക്കാം, അവിടെ ഒരു വിവാഹത്തിന്റെ ഒരു കെട്ടുപാടുകളും ബന്ധങ്ങളും ഒന്നും ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അതേപോലെ അതൊക്കെ യുദ്ധത്തിന്റെ ഭാഗമാണ് എന്ന് മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ അള്ളാഹു വാജിബാക്കിയ നമസ്കാരം പോലെയുള്ള സംഗതികൾ നിർബന്ധമില്ല എന്ന് പറയുന്നത്, അള്ളാഹു ഹറാമാക്കിയതൊക്കെ ഹലാലാണ് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ പ്രവാചകനെയും ഹദീസിനെയും ഒക്കെ നിഷേധിച്ച് ഖുർആൻ മാത്രം മതി എന്ന് പറയുന്നത്, ഇതൊക്കെ ജിദ്ദത്തിന്റെ ഭാഗമാണ്. വഅൻസൽനാ ഇലൈക ദിക്റ, അള്ളാഹു ഖുർആൻ ഇറക്കിയത്, പ്രവാചകന് ഇറക്കിയത് ആ ഖുർആനിന് പ്രവാചകന് വിശദീകരണം നൽകാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ സ്വഹീഹായ ഹദീസുകൾ എന്ന് പറയുന്നത്, പ്രവാചകന്റെ സുന്നത്ത് എന്ന് പറയുന്നത് അത് ദീനിന്റെ ഭാഗമാണ്. അത് വേണ്ട എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവർ മതത്തിൽ നിന്ന് പുറത്താണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സർവ്വ മത സത്യവാദം, എല്ലാ മതങ്ങളും എങ്ങനെയെങ്കിലും ഒക്കെ ജീവിച്ചാൽ മതി, ഏത് മതക്കാരനായാലും കുഴപ്പമില്ല എന്ന് പറയുന്ന കുറെ ആളുകളും ഇന്നൊക്കെ രംഗത്ത് വന്നിട്ടുണ്ടല്ലോ, വളരെ പ്രസിദ്ധരായ പല ആളുകളും. ഇത് യുദ്ധത്തിന്റെ ഭാഗമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വിജയത്തിന്റെ മാനദണ്ഡമായി പ്രഖ്യാപിച്ചത് ഈമാൻ വേണം, വിശ്വാസം വേണം. പരലോകത്തിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും ഒക്കെ വിശ്വാസം വേണം. അതിനനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് അവർക്ക് വിജയിക്കാൻ കഴിയുക എന്നുള്ളതാണ്. പക്ഷേ ഇതിനെയൊക്കെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ലിബറലുകൾ എന്ന് പേരിട്ടുകൊണ്ട് സർവമത സത്യവാദത്തിന്റെയൊക്കെ ഓമന പേരിൽ പലരും പ്രവർത്തിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും നാം വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ്. പക്ഷെ ഇതുകൊണ്ടൊന്നും ഇസ്ലാമിനൊരു കോട്ടവും സംഭവിക്കാൻ പോകുന്നില്ല. ഇസ്ലാം ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും. വിശുദ്ധ ഖുർആൻ തന്നെ അക്കാര്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് സൂറത്തുൽ മാഇദ 54-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയുന്ന ഒരു വാചകം വളരെ ഗൗരവത്തിൽ പറയുന്നുണ്ട്. വിശ്വാസികളെ, മൻ യർതദ്ദ മിൻകും അൻ ദീനിഹി, ആരെങ്കിലും തന്റെ ദീനിൽ നിന്ന് പുറത്തു പോയാൽ അല്ലെങ്കിൽ പുറത്തു പോകാൻ തീരുമാനിച്ചാൽ, അതുകൊണ്ട് അള്ളാഹുവിനോ ഈ ദീനിനോ ഒരു കോട്ടവും സംഭവിക്കാൻ പോകുന്നില്ല. മറിച്ച് ആ ആളുകളെ മാറ്റി നിർത്തി അള്ളാഹു പുതിയൊരു ജനതയെ ഇവിടെ കൊണ്ടുവരും. ആ ജനതയുടെ സവിശേഷത യുഹിബ്ബുഹും, അള്ളാഹ് അവരെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. വയുഹിബ്ബൂനഹു, അവർ അള്ളാഹുവിനെയും ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അദില്ലത്തിൻ അലൽ മുഅ്മിനീൻ, വിശ്വാസികളോട് വിനയപൂർവ്വം പ്രവർത്തിക്കുന്നവരായിരിക്കും അവർ. ഐസത്തിൻ അലൽ കാഫിരീൻ, നിഷേധികളുടെ മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കുന്നവരായിരിക്കും അവർ. യുജാഹിദൂന ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുന്നവരും പ്രവർത്തിക്കുന്നവരുമായിരിക്കും. അലസരായി കടന്നുറങ്ങുന്നവരാവില്ല അവർ. വലാ യഖാഫൂന ലൗമത്ത ലാഇമിൻ, ഒരു വിമർശകന്റെ വിമർശനവും ഭയക്കാത്തവരായിരിക്കും അവർ. അത്തരത്തിൽ ഒരു വിഭാഗത്തിൽ പെടുക എന്ന് പറയുന്നത് പടച്ചൻ തരുന്ന ഒരു അനുഗ്രഹമായിരിക്കും. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് അവൻ നൽകും. അല്ലാഹു വാസിഉൻ അലീം, അല്ലാഹു വിശാലനാണ്, എല്ലാം അറിയുന്നവരാണ്. അതുകൊണ്ട് ചില ആളുകൾ അത് പുറത്തുപോയി എന്നിട്ടൊരു എക്സ് മുസ്ലിം എന്ന് പേരിട്ടത് കൊണ്ട് ഇസ്ലാമിനോ മുസ്ലിങ്ങൾക്കോ ഒരു കോട്ടവും സംഭവിക്കില്ല. ഖുർആൻ വീണ്ടും പറയുന്നുണ്ട്, ഇൻ തക്ഫുറു, നിങ്ങൾ നിഷേധികളായി മാറിയാൽ, നിങ്ങൾ മാത്രമല്ല അൻതും വമൻ ഫിൽ അർളി ജമീഅ,
നിങ്ങളും ഭൂമിയിലുള്ള എല്ലാവരും നിഷേധികളായി മാറി നിന്നാലും ഫൈനല്ലാഹു വലിയ്യുൻ, അള്ളാഹു എത്രയോ ധന്യനാണ്. അള്ളാഹു എല്ലാവരെക്കാളും നിരാശ്രയനാണ്. അള്ളാഹുവിന് ഒരു കുറവും സംഭവിക്കാൻ പോകുന്നില്ല. ഇന്നല്ലദീന ഇശ്തറൗൽ കുഫ്ര ബിൽ ഈമാൻ, ഈമാനിന് പകരം, വിശ്വാസത്തിന് പകരം നിഷേധം ആരെങ്കിലും വാങ്ങിയാൽ അല്ലെങ്കിൽ തെരഞ്ഞെടുത്താൽ അവർ അള്ളാഹുവിനെ യാതൊരു തരത്തിലും എന്തെങ്കിലും പ്രയാസം അള്ളാഹുവിനെ അവർ സൃഷ്ടിക്കുന്നില്ല. ആ പ്രയാസമൊക്കെ അവർക്ക് തന്നെയാണ് ഉണ്ടാവുക. കാരണം വലഹും അദാബുൻ അലീം, അതികഠിനമായ ശിക്ഷയാണ് അവരെ കാത്തിരിക്കുന്നത് എന്നവർ അറിഞ്ഞുകൊണ്ടിരിക്കുക. എത്ര എതിർത്താലും ഈ ദീൻ ലോകത്ത് നിലനിൽക്കും, അത് വളരും. അത് വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനമാണ്. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹ്, അള്ളാഹുവിന്റെ വെളിച്ചം, പ്രകാശത്തെ ഊതിക്കെടുത്താൻ അവർ ശ്രമിക്കുന്നു. ബി അഫ്വാഹിഹിം, അവരുടെ വായ ഉപയോഗിച്ച്. പക്ഷെ വല്ലാഹു മുത്തിമ്മു നൂരിഹി, അള്ളാഹുവിന്റെ ആ പ്രകാശത്തെ അള്ളാഹു വ്യാപിപ്പിക്കുക തന്നെ ചെയ്യും. വലൗ കരിഹൽ കാഫിറൂൻ, നിഷേധികൾ എത്ര പരിശ്രമിച്ചാലും, എത്ര അതിനെ എതിർത്താലും വെറുത്താലും, അള്ളാഹു ആ പ്രകാശത്തെ ഇവിടെ പൂർത്തിയാക്കുക തന്നെ ചെയ്യും എന്ന് അത് അള്ളാഹുവിന്റെ പ്രഖ്യാപനമാണ്. അത് നാം കണ്ടുകൊണ്ടിരിക്കുന്നു, ദിനേന നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ഇസ്ലാമിനെ എത്രമാത്രം വിമർശിക്കുന്നുവോ എതിർക്കുന്നുവോ അതിനനുസരിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ബുദ്ധിജീവികളുടെ ആളുകൾ ലോകത്ത് കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ഭാര്യാ സഹോദരി ലോറൻ ബൂത്ത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാം സ്വീകരിച്ച ഒരു ബ്രിട്ടീഷ് പത്രപ്രവർത്തകയാണ്. ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയോട് അവർ പറഞ്ഞൊരു വാചകമുണ്ട്. ഇറാഖ് ആക്രമണത്തിന്റെ സൂത്രധാരകനായിരുന്നു ടോണി ബ്ലെയർ എന്ന് പറയുന്നത്. അവിടെയുള്ള കുട്ടികളെയും നിരപരാധികളെയും കൊന്നൊടുക്കിയ അതിന് കാരണക്കാരനായ വ്യക്തിത്വം. അദ്ദേഹത്തോട് ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ലോറൻ ബൂത്ത് പറഞ്ഞൊരു വാചകം, നിങ്ങൾ ബോംബെറിഞ്ഞ് തകർത്ത അതേ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നാണ് എനിക്ക് ആത്മീയമായ സമാധാനം ലഭിച്ചത് എന്നാണ്. ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം, മക്കയൊക്കെ സന്ദർശിച്ചതിന് ശേഷം സമാധാനം തേടി വിശുദ്ധ ഭൂമിയിൽ എന്ന പേരിലാണ് ലോറൻ ബൂത്ത് തന്റെ ആത്മകഥ എഴുതി പ്രസിദ്ധീകരിച്ചത്. ആത്മകഥയിൽ അവരുടെ ഓരോ സംഭവങ്ങൾ പറയുന്നുണ്ട്. ലണ്ടനിൽ ഇരുന്ന് ഫലസ്തീനിലെ കുട്ടികളെ ക്രൂരമായി അധിനിവേശ സൈന്യം കൊലപ്പെടുത്തുന്നതിന്റെ വാർത്തകൾ കണ്ടിട്ട് ഫലസ്തീനിലേക്ക് ഒരു പത്രപ്രവർത്തക എന്നുള്ള നിലക്ക് ഫലസ്തീനിലേക്ക് പോകുന്നുണ്ടവർ. അവിടെ എത്തിയപ്പോഴും പോകുമ്പോഴൊക്കെ ഉള്ള ധാരണ മുസ്ലിങ്ങളെ കുറിച്ച് അവർ തീവ്രവാദികളാണ് എന്നാണ്, ഫലസ്തീനികളൊക്കെ കുഴപ്പക്കാരാണ് എന്നാണ്. പക്ഷേ ലോറൻ ബൂത്ത് ഫലസ്തീനിൽ ചെന്നിറങ്ങിയപ്പോൾ നോമ്പുകാലമാണ്. വളരെ പാവപ്പെട്ട ഒരു സ്ത്രീ കേവലം ഒരു റൊട്ടി ഉപയോഗിച്ച് നോമ്പ് തുറക്കാനിരിക്കുന്നുണ്ട്. ആ സ്ത്രീ ഈ പത്രപ്രവർത്തകയും കൂടെ ഇരുത്തി സൽക്കരിക്കുകയാണ്. പത്രപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, ലോറൻ ബൂത്ത് ചോദിക്കുന്നുണ്ട്, ഈ കഷ്ടപ്പാടിലും എന്തിനാണ് നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുന്നത്? ആ ഫലസ്തീനി സ്ത്രീ അവരോട് പറഞ്ഞത്, ഞങ്ങളെക്കാൾ കഷ്ടപ്പെടുന്ന ആളുകളെ കുറിച്ച് ഓർക്കാനാണ് ഞങ്ങൾ ഈ പ്രയാസങ്ങളും സഹിച്ച് നോമ്പനുഷ്ഠിക്കുന്നത് എന്നാണ്. അത് അവരുടെ മനസ്സിൽ ഒരു കോറൽ ഉണ്ടാക്കിയ ഒരു ചോദ്യമായിരുന്നു. അവർ പുറത്തിറങ്ങി തണുത്ത് വിറച്ച് നടക്കുമ്പോൾ മറ്റൊരു സഹോദരി അവർക്ക് വിളിച്ച് തന്റെ കുട്ടികളെ നൽകുന്ന കമ്പിളി കൊടുക്കുന്നുണ്ട്, ചൂടുള്ള ചായ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടപ്പോഴാണ് ആ ലോറൻ ബൂത്തിന്റെ മനസ്സ് മാറുന്നത്. ലണ്ടനിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഫ്ലൈറ്റിൽ ഇരുന്നിട്ട് ഒരു തീരുമാനമെടുക്കുകയാണ്, ഞാനിപ്പോൾ അവിടെ ഇറങ്ങുന്ന സമയത്ത് ധരിച്ചിരുന്ന ഈ സ്കാർഫ് ഉണ്ടല്ലോ, ഇത് ഞാൻ അഴിച്ചു വെക്കുന്നില്ല. അങ്ങനെ ലണ്ടനിലെത്തി അവർ ഇസ്ലാം സ്വീകരിച്ചു എന്ന് മാത്രമല്ല, വളരെയേറെ ഇസ്ലാമിക പ്രബോധന രംഗത്ത് പോലും അവർ മുന്നിട്ടു നിന്നു എന്നുള്ളതാണ് ചരിത്രം. അവർ പറഞ്ഞൊരു വാചകമുണ്ട്, ഇസ്ലാമിന് മുമ്പ് ഞാൻ ദൈവത്തെ ഉപേക്ഷിച്ചിരുന്നു, പക്ഷേ അള്ളാഹു എന്നെ ഒരിക്കലും കൈവിട്ടില്ല, അള്ളാഹുവാണ് എന്നെ ഇങ്ങോട്ട് എത്തിച്ചത് എന്ന്. ഇത് കേവലം ഒരു ലോറൻ ബൂത്തിന്റെ മാത്രം കഥയല്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച 86-ാമത്തെ വയസ്സിൽ മരണപ്പെട്ട ന്യൂയോർക്കിലെ ജോർജ് ടൺ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ ഉണ്ട്, ജോൺ എസ്പിറ്റോയുടെ മരണ വാർത്ത കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കേരളത്തിലെ പത്രങ്ങളടക്കം പ്രസിദ്ധീകരിച്ചത്. ആരായിരുന്നു ഇദ്ദേഹം എന്നറിയുമോ? ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി പഠനം നടത്തിയ വ്യക്തിയാണ്. അവസാനം അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം ഈ തലമുറയിൽ ഇസ്ലാം ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച മുസ്ലിം അല്ലാത്ത ഒരു വ്യക്തി എന്നായിരുന്നു അദ്ദേഹത്തെ പിന്നീട് വിശേഷിപ്പിച്ചത്.
അത്രമാത്രം വലിയൊരു ബുദ്ധിജീവി അദ്ദേഹമൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് ഇസ്ലാമിന്റെ ഈ തെളിച്ചവും വെളിച്ചവും കണ്ടാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു എക്സ് മുസ്ലിം, ഏതെങ്കിലും ഒരു യുക്തിയില്ലാത്ത യുക്തിവാദി ഇസ്ലാമിനില്ലാത്ത ആവാദങ്ങൾ പറഞ്ഞ് ഇസ്ലാമിനെ വിമർശിച്ചത് കൊണ്ടൊന്നും ഇസ്ലാമിന് ഒരു കോട്ടവും സംഭവിക്കില്ല എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ടത്. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാവും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു ഫത്തഖുല്ലാഹ ഇബാദത്ത്. പ്രിയ സഹോദരി സഹോദരന്മാർ, അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കണമെന്നൊന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇസ്ലാമിനെതിരെ വിമർശനങ്ങൾ എപ്പോഴും, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ വളരെ കൃത്യമായി ബോധപൂർവം ചിലർ പടച്ചുവിടുന്നുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. ഇത് കാണുമ്പോൾ നാം ഒരിക്കലും പതറരുത്. നമ്മുടെ മുമ്പിൽ ഒരു വലിയ ഉത്തരവാദിത്തമുണ്ട്. ഒന്ന്, നാം ഖുർആൻ പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം. മറ്റൊന്ന്, നമ്മുടെ കുട്ടികൾക്ക് ഖുർആനിക ആശയങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മുടെ അറിവുകൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, ഇസ്ലാമിനെ കുറിച്ചുള്ള നമ്മുടെ അറിവുകൾ. അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾ എന്തെങ്കിലും ഒക്കെ വിളിച്ചു പറയുന്നിടത്ത് നമ്മുടെ മനസ്സ് പതറിപ്പോകും. അത് ഉണ്ടാവരുത്. രണ്ടാമത്തെ നമ്മുടെ ഉത്തരവാദിത്തം പ്രാർത്ഥനയാണ്. വിശ്വാസികൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഖുർആൻ പഠിപ്പിക്കുന്ന റബ്ബന ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. പടച്ചവനെ, ഞങ്ങൾക്ക് നീ വെളിച്ചം തന്നതിന് ശേഷം, ഹിദായത്ത് തന്നതിന് ശേഷം ഞങ്ങളുടെ മനസ്സുകളെ നീ തെറ്റിച്ച് കളയല്ല, സത്യത്തിൽ നീ ഉറപ്പിച്ചു. അല്ലാഹുമ്മ സബ്ബിത് ഖൽബി അലാ ദീനിക റബ്ബേ, ഞങ്ങളുടെ മനസ്സിനെ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണമേ എന്നുള്ള പ്രാർത്ഥന നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഈമാൻ, നമ്മുടെ വിശ്വാസം, അത് നാം എപ്പോഴും ഒന്ന് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അഥവാ നാം ഊട്ടി ഉറപ്പിച്ചുകൊണ്ടിരിക്കണം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഹുദൈഫ എന്ന് പറയുന്ന സഹാബിയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില മുനാഫിക്കുകളായ ആളുകളുടെ പേരുകൾ പറഞ്ഞു കൊടുത്തിരുന്നു എന്നാണ് വഹയിന്റെ അടിസ്ഥാനത്തിൽ. ഉമർ റളിയല്ലാഹു അൻഹു പലപ്പോഴും ഹുദൈഫയോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഹൽ സമ്മാനി ലക റസൂലുള്ളാഹി ഫിൽ മുനാഫിഖീൻ. ഹുദൈഫ, മുനാഫിക്കുകളുടെ ലിസ്റ്റ് പ്രവാചകൻ താങ്കൾക്ക് പറഞ്ഞു തന്നിരുന്നില്ല, എന്റെ പേരെങ്ങാനും അതിനെ കാക്കൂട്ടത്തിലുണ്ടോ എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പോലും അന്വേഷിച്ചിരുന്നു. സാധാരണ ഒരു മുസ്ലിമിന് ചിന്തിക്കാൻ പോലും കഴിയില്ല ഉമർ റളിയല്ലാഹുവിന്റെ ഈമാനിനെ കുറിച്ച്. പക്ഷേ നമ്മൾ സംശയിക്കണം, നമ്മുടെ ഈമാൻ ഉറപ്പിക്കുകയും നമ്മുടെ ഈമാനിലേക്ക് നിഫാഖ്, കാപട്യം കടന്നു വരുന്നുണ്ടോ, വലിയ വിശ്വാസരാഹിത്യം കടന്നു വരുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടെ പരിശോധിക്കുകയും ചെയ്യുക എന്നുള്ളതും നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെയും ഖുർആനിനെയും പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുക. റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ വന്ന തെറ്റുകൾ റബ്ബ് നമുക്ക് പുറത്തു തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞ നമ്മുടെ സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കുകയും നമ്മയും അവരെയും നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും.